പൂജ്യത്തിൽ നിന്നും 10 കോടിയിലേക്കുള്ള നമ്മുടെ സാമ്പത്തിക യാത്രയുടെ 27ാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ആദ്യം ഒരു കഥ കേൾക്കാം. അതിനുശേഷം നമുക്ക് ഇൻവെസ്റ്റ്മെന്റിലേക്ക് കടക്കാം. ധീരൻ എന്ന തേക്ക് മരം. ഒരു ശാന്തമായ കാട്ടിൽ 2 മരങ്ങളുണ്ടായിരുന്നു. ഒരാൾ പെട്ടെന്ന് വളരുന്ന വേഗി എന്ന തടി കുറഞ്ഞ മരം, മറ്റേയാൾ പതിയെ വളരുന്ന ധീരൻ എന്ന തേക്ക് മരം. വേഗി അതിന്റെ നീളത്തിൽ അഭിമാനിച്ചു. ഹേ ധീരൻ, നീ ഇപ്പോഴും ഒരു തൈ പോലെ ഇരിക്കുന്നല്ലോ. ഞാനിതാ ആകാശത്തെത്തി. വേഗി ചിരിച്ചു. ധീരൻ മറുപടി പറഞ്ഞു, സത്യമാണ് വേഗി, ഞാൻ വളരുന്നത് സാവധാനമാണ്. എന്റെ വേരുകൾ മണ്ണിൽ ആഴത്തിലുറപ്പിക്കാനാണ് എന്റെ ശ്രദ്ധ. വേഗി അത് കാര്യമാക്കിയില്ല. അവൻ വേഗത്തിൽ വളർന്നു കാട്ടിലെ ഏറ്റവും ഉയരമുള്ള മരമായി മാറി. താഴെയുള്ളവരെ അവൻ കളിയാക്കി. കാലം കടന്നുപോയി. ഒരു ദിവസം കാറ്റിന്റെ രൂപത്തിൽ ഒരു വലിയ പരീക്ഷണം വന്നു. ആകാശം കറുത്തു. ശക്തമായ കൊടുങ്കാറ്റ് വീശിയടിച്ചു. കൊടുങ്കാറ്റ് കണ്ടപ്പോൾ വേഗിക്ക് ഭയമായി. ഓ, എന്റെ മെലിഞ്ഞ തടിക്ക് ഈ കാറ്റിനെ താങ്ങാൻ കഴിയില്ല. അവൻ പരിഭ്രാന്തനായി. കാറ്റ് ശക്തമായപ്പോൾ ധീരൻ ശാന്തനായി നിന്നു. അവന്റെ കട്ടിയുള്ള തടിയും ആഴത്തിലുള്ള വേരുകളും അവനെ ഒരു പാറ പോലെ ഉറപ്പിച്ചു നിർത്തി. പക്ഷേ വേഗിക്ക് പിടിച്ചു നിൽക്കാനായില്ല. എന്റെ അഹങ്കാരം എന്റെ വേരുകളെ ദുർബലമാക്കി, അവൻ വേദനയോടെ പറഞ്ഞു. കൊടുങ്കാറ്റ് അവസാനിച്ചു. സൂര്യൻ വീണ്ടും വന്നു. വേഗി ഒടിഞ്ഞു നിലത്ത് കിടന്നു. എന്നാൽ ധീരൻ മരം തലയുയർത്തി നിന്നു. വേഗി സങ്കടത്തോടെ പറഞ്ഞു, ക്ഷമിക്കണം ധീരൻ, വേഗത്തിലുള്ള വളർച്ചയല്ല, ഉള്ളിലെ ശക്തിയാണ് പ്രധാനം എന്ന് ഞാൻ മനസ്സിലാക്കി. കൂട്ടുകാരെ, പുറമേയുള്ള ഭംഗിയേക്കാളും വേഗതയേക്കാളും വലുതാണ് മനസ്സിലെയും പ്രവൃത്തികളിലെയും കരുത്ത്. വേഗത്തിൽ വളരുന്ന മരത്തെപ്പോലെ ചില നിക്ഷേപങ്ങൾ ആദ്യം വളരുന്നത് പോലെ തോന്നും. പക്ഷേ തേക്കുമരം പോലെ ഉറച്ച വേരുകൾ ആണ് ഏതൊരു നിക്ഷേപത്തെയും സുരക്ഷിതവും സ്ഥിരമായതുമാക്കുന്നത്. വേഗത്തിൽ വളരുക മാത്രമല്ല, ഉറച്ച അടിസ്ഥാനത്തിൽ വളരുക, അതാണ് സമ്പത്ത് നിർമ്മാണത്തിൻ്റെ രഹസ്യം. എന്നാൽ നമുക്ക് നമ്മുടെ സാമ്പത്തിക യാത്രയുടെ 27ാം ദിവസത്തെ ഇൻവെസ്റ്റ്മെന്റിലേക്ക് കടക്കാം. ഇന്നലെ വരെ നമ്മൾ 26 ദിവസത്തെ തുക ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ 19 ദിവസത്തെ ഇൻവെസ്റ്റ്മെന്റ് മൾട്ടി ക്യാപ് ഫണ്ടിലായിരുന്നു. 19 ദിവസവും ഇൻവെസ്റ്റ് ചെയ്ത തുകയ്ക്കുള്ള യൂണിറ്റ്സ് നമുക്ക് അലോട്ടായിട്ടുണ്ട്. 250 × 19 4750 രൂപ. അതോടൊപ്പം 7 ദിവസത്തെ ഇൻവെസ്റ്റ്മെന്റ്സ് ഡെപ്റ്റ് ഫണ്ടിലായിരുന്നു. അതിൽ 7 ദിവസത്തെ യൂണിറ്റ്സ് നമുക്ക് അലോട്ടായിട്ടുണ്ട്. 250 × 7 1750 രൂപ. ആകെ 6500 രൂപ നിക്ഷേപിച്ചതിൽ 6500 രൂപയും ഇൻവെസ്റ്റ്മെന്റായി കാണിക്കുന്നു. ഇനി നമുക്ക് ഇന്നത്തെ ഇൻവെസ്റ്റ്മെന്റിലേക്ക് കടക്കാം. ഇന്ന് മാർക്കറ്റ് ഹോളിഡേ ആണ്. ആയതിനാൽ ഡെപ്റ്റ് ഫണ്ടിലാണ് ഇന്നത്തെ ദിവസം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായി ആദ്യം നമുക്ക് നമ്മുടെ നിപ്പോൺ ഓവർനൈറ്റ് ഫണ്ടിലേക്ക് പോകാം. ദിവസവും 250 രൂപയാണല്ലോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതിനാൽ രൂപ 250 എന്ന് എൻ്റർ ചെയ്യുന്നു. ഇൻവെസ്റ്റ് നൗ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. QR കോഡ് സ്കാൻ ചെയ്യുന്നു. ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഡാഷ്ബോർഡിൽ നോക്കുന്നു, ഇൻ പ്രോഗ്രസ്. അങ്ങനെ നമ്മൾ നമ്മുടെ 27ാമത്തെ ദിവസത്തെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തു കഴിഞ്ഞു. 28ാം ദിവസത്തെ ഇൻവെസ്റ്റ്മെന്റുമായി നാളെ നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ കമൻറ്റ്സ്, വാല്യുബിൾ സജഷൻസ് പോസ്റ്റ് ചെയ്യുക. താങ്ക് യു.